ഒരു ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ട മണിമുല്ല. അങ്ങനെയാണ് ഇതിൻ്റെ പേര്, മണിമുല്ല. വളരെ അപൂർവമായി മാത്രമേ ഇതുപോലെ ഇങ്ങനെ കാണാറുള്ളൂ. ഇതിൻ്റെ പൂക്കളെ ഇങ്ങനെ ചെറിയ ചെറിയ മണികൾ പോലെ ഇങ്ങനെ ഞാന്ന് കിടക്കും. അതുകൊണ്ടാണ് ഇതിന് മണിമുല്ല എന്നുള്ളൊരു പേര് വന്നത്. ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം മാത്രമേ ഇങ്ങനെ വിടർന്ന് ഇതിൽ നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പം അത് വാടി താഴെ വീഴും. അപ്പോൾ അടുത്ത അടുത്ത പൂക്കൾ വിടർന്ന് വരും. അതിങ്ങനെ 1-2 മാസത്തേക്ക് കാണും. ഒരു ഡിസംബർ മുതൽ ഒരു ജാനുവരി വരെ ഈ പൂ നിറയെ ഇതിൽ കാണും. ഇവിടെ ചിത്രശലഭങ്ങളും തേനീച്ചകളും ധാരാളമുണ്ട്. ഒരു രക്ഷയുമില്ല. ഇഷ്ടംപോലെ തേനീച്ചകളാണ് ഇവിടെ മുഴുവൻ പറക്കുന്നത്. കാരണം ധാരാളം തേൻ കിട്ടുമല്ലോ ഇവിടുന്ന്. അതുകൊണ്ട് തേനീച്ചകളെല്ലാം കൂട്ടത്തോടെ തന്നെ ഇവിടെയുണ്ട്. ഒപ്പം ശലഭങ്ങളും. ഈ മണിമുല്ല ഇങ്ങനെ പൂത്തിലഞ്ഞ് നിൽക്കുന്ന ഈ സ്ഥലം ഇത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ ഒരു ഭവനത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ വീട്ടുകാരാണ് മണിമുല്ലയെ ഈ രീതിയിൽ ഇവിടെ വളർത്തി എടുത്തിരിക്കുന്നത്. വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു മുല്ലയാണ് ഈ മണിമുല്ല. ഇത് നട്ട് കഴിഞ്ഞാൽ 1-2 വർഷം കൊണ്ട് മാത്രമേ ഉള്ളൂ പൂവിടാൻ തുടങ്ങത്തുള്ളൂ. ഇതിന് കയറിപ്പോകാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും കാണണം. മരങ്ങളുടെ ചില്ലയോ അതുപോലെ എന്തെങ്കിലും. ഇവിടെ ഈ വീടിൻ്റെ മതിലിലും തൊട്ടടുത്തുള്ള മരങ്ങളിലും നിറയെ ഇത് കയറി പടർന്നു കിടക്കുകയാണ്. ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇതെല്ലാം പൊഴിഞ്ഞു വരുന്ന ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഏതാണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കുറേ പൂക്കൾ കാറ്റത്ത് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന ഒരു നല്ലൊരു കാഴ്ച കാണാം ഉച്ച സമയത്ത്. ഈ ചെടി നട്ട ശേഷം ഏതാണ്ട് 2 വർഷത്തോളം എടുത്തു ഈ രീതിയിൽ പൂ ആയി വരുവാൻ വേണ്ടിയെന്ന്. ഈ കാഴ്ച കാണുവാൻ വേണ്ടി ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയല്ലേ, അതുകൊണ്ടാണ്. ഈ മുല്ലയ്ക്ക് മണിമുല്ല എന്നുള്ള പേരല്ലാതെ നാഗമുല്ല എന്നൊരു പേരും കൂടിയുണ്ട്. ഈ പ്രദേശമാകെ ഈ പൂക്കളുടെ ഒരു പ്രത്യേക സുഗന്ധമാണ്. ഒരു കാറ്റടിച്ചാൽ മതി ഈ പ്രദേശമാകെ ഈ സുഗന്ധം പരക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ മുല്ലയുടെ ഒരു സുഗന്ധമല്ല ഇതിന്. ഇതിങ്ങനെ കുലകുലയായി ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ വള്ളിയിൽ പിടിച്ചൊന്ന് അനക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കളെല്ലാം താഴേക്ക് വന്ന് വീഴുന്ന ഒരു സുന്ദര കാഴ്ചയാണ്. നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയല്ലേ നോക്കിയേ. മണിമുല്ല ഇത് വളരെ അപൂർവമായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സാധാരണ നമ്മളുടെ വീടുകളിൽ നിൽക്കുന്ന മുല്ലയല്ല മണിമുല്ല. ഇതിൽ കുലകുലയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ്. ഇനി ഒരു ജാനുവരി വരെ ഇവിടെ ഈ പൂക്കളുടെ ഒരു വസന്തം തന്നെയാണ്.